മലിനവാസനകളെ പതുക്കെ പതുക്കെ ഉപേക്ഷിക്കണം. യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം 26. ഭാഗം 2. മുമുക്ഷു പ്രകരണം. ഏവം കർമ്മസ്ഥ കർമാണി കർമ്മ പ്രൗഢ സ്വവാസന വാസനാമാനസോ നാന്യ മനോഹി പുരുഷ സ്മൃത. രാമൻ ചോദിച്ചു, ഭഗവാൻ അങ്ങ് സത്യജ്ഞാനിയാണ്. ആളുകള് ദൈവം, വിധി, ഈശ്വരൻ എന്നൊക്കെ പറയുന്ന വസ്തു എന്താണെന്ന് പറഞ്ഞു തന്നാലും. വസിഷ്ഠൻ പറഞ്ഞു, ഒരാളുടെ പൂർവകർമ്മങ്ങളുടെ ഫലം അവന് നല്ലതോ ചീത്തയോ ആയ അനുഭവങ്ങളാവുന്നതാണ് വിധി. നിയോഗം ദൈവം എന്നൊക്കെ അറിയപ്പെടുന്നത് ആ ഫലാനുഭവങ്ങളുടെ നന്മയും തിന്മയും ദൈവഗത്യമാണെന്ന് ജനങ്ങൾ പറയുന്നു. ഒരു വിത്ത് മുളപൊട്ടി വലുതായി വൻമരമാവുമ്പോൾ അത് ദൈവത്തിൻ്റെ ചെയ്തിയാണെന്ന് കരുതപ്പെടുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് നിയോഗം എന്നത് ഒരുവന്റെ സ്വന്തം കർമ്മങ്ങളുടെ സഫലീകരണം തന്നെയാണെന്നാണ്. മനുഷ്യ മനസ്സിൽ അനേകം വാസനകൾ ലീനമായിരിക്കുന്നു. മനുഷ്യ മനസ്സുകളിൽ അനേകം വാസനകൾ ലീനമായിരിക്കുന്നു. ഒരു വിത്ത് മുള പൊട്ടി വലുതായി വൻമരമാവുമ്പോൾ അത് ദൈവത്തിൻ്റെ ചെയ്തിയാണെന്ന് കരുതപ്പെടുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് നിയോഗം എന്നത് ഒരുവന്റെ സ്വന്തം കർമ്മങ്ങളുടെ സഫലീകരണം തന്നെയാണെന്നാണ്. മനുഷ്യ മനസ്സിൽ അനേകം വാസനകൾ ലീനമായിരിക്കുന്നു. അവയാണ് മനസാ വാചാ കർമ്മണ ഉള്ള പ്രവൃത്തികൾക്ക് പ്രചോദനമാവുന്നത്. തീർച്ചയായും ഒരുവന്റെ പ്രവൃത്തികൾ വാസനകളുടെ അടിസ്ഥാനത്തിലാണ് വർത്തിക്കുന്നത്. അങ്ങനെയാണ് കർമ്മങ്ങളുടെ നിജസ്ഥിതി. കർമ്മം എന്നത് വാസനകളിൽ വെച്ച് ഏറ്റവും പ്രബലമായ വാസനാവിശേഷത്തിൻ്റെ പ്രകടിത ഭാവമാണ്. ഈ വാസനകൾ മനസ്സിൽ നിന്നും ഭിന്നമല്ല. മനുഷ്യന് മനസ്സ് തന്നെയാണ്. മനസ്സ്, വാസനകൾ, കർമ്മം, വിധി എന്നീ തരംതിരിക്കലുകൾ സത്യത്തിലുണ്ടോ എന്ന് ആർക്കും അറിയാൻ കഴിയില്ല. അതിനാൽ ജ്ഞാനികൾ അവയെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നു. രാമൻ വീണ്ടും ചോദിച്ചു, മഹാന്മാർക്ക് പൂർവജന്മങ്ങളിൽ നിന്നും ആർജിച്ച വാസനകളാണ് എന്നെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നതെങ്കിൽ കർമ്മങ്ങളിൽ എനിക്ക് എവിടെയാണ് സ്വാതന്ത്ര്യം? വസിഷ്ഠൻ പറഞ്ഞു, രാമ, പൂർവജന്മാർജിത വാസനകൾ 2 തരമുണ്ട്. നിർമ്മല വാസനകളും മലിനവാസനകളും. നിർമ്മലമായവ നമ്മെ മുക്തിയിലേക്ക് നയിക്കുന്നു. മറ്റേത് കൂടുതൽ ബന്ധനങ്ങളിലേക്ക്. നാം ബോധസ്വരൂപമായ ആത്മാവാണ്, വെറും ഭൗതിക വസ്തുവല്ല. നിന്റെ കർമ്മങ്ങൾക്ക് പ്രചോദനമായിരിക്കുന്നത് മറ്റാരുമല്ല, നീ തന്നെയാണ്. അതുകൊണ്ട് നിന്റെ നിർമ്മല വാസനകളെ മലിനവാസനകളെ അപേക്ഷിച്ച് പ്രബലമാക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിനെ ശരിയായ വഴിക്ക് തിരിച്ച് മലിനവാസനകളെ പതുക്കെ പതുക്കെ ഉപേക്ഷിക്കണം. കാരണം അവയെ പെട്ടെന്ന് ഉപേക്ഷിച്ചാലുള്ള ഫലം ചിലപ്പോൾ തീക്ഷണമായേക്കാം. ഉപയോഗിക്കാതിരുന്നാൽ അതിന് മലിനവാസനകൾ ക്രമേണ ശക്തിഹീനമായി തീരും. അതുപോലെ സദ്വാസനകൾ കർമ്മമാർഗങ്ങളിലൂടെ ആവർത്തിച്ചുപയോഗിക്കുന്നതിലൂടെ അവ പ്രബലപ്പെടുകയും ചെയ്യും. അങ്ങനെ നീ ചെയ്യുന്ന പ്രവർത്തികൾ എല്ലാം നിർമ്മലമായ വാസനകളുടെ പ്രകടനമായ സത്കർമ്മങ്ങൾ മാത്രമാവും. അങ്ങനെ ആദ്യം ദുർവാസനകളെ നിർമാർജനം ചെയ്ത് സത്കർമ്മങ്ങളിൽ പാകം വരുമ്പോൾ ആ പ്രവർത്തികളെ പോലും ഉപേക്ഷിക്കാം. അപ്പോൾ നിനക്ക് സദ്വാസനകളിൽ നിന്നുദിക്കുന്ന ബോധപ്രഭയിൽ പരമസത്യത്തെ സാക്ഷാത്കരിക്കാം.